എന്ത് ചെയ്തിട്ടും നടുവേദന വിട്ടുമാറുന്നില്ലേ? മരുന്ന് കഴിച്ചാലോ തൈലം ലിനമെന്റ് ഒക്കെ തേച്ചാലോ ഏതാനും ദിവസം ആശ്വാസം കിട്ടും. അതിനുശേഷം അതേ സ്ഥാനത്ത് വീണ്ടും വേദന അനുഭവപ്പെടാറുണ്ടോ? വിട്ടുമാറാത്ത നടുവേദനയുടെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞു തരാം. യഥാർത്ഥത്തിൽ നടുവേദന ഒരു രോഗമല്ല, വ്യത്യസ്തങ്ങളായ രോഗാവസ്ഥകളുടെ ഒരു ലക്ഷണമായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഒരാൾക്ക് ഫലപ്രദമായ ചികിത്സ മറ്റൊരാൾക്ക് ഫലം കിട്ടണമെന്നില്ല. ജിമ്മിൽ പോകുന്നവരിലും യുവാക്കളിലും കായിക താരങ്ങളിലും പ്രധാനമായി നടുവേദനയ്ക്ക് കാരണമായി കാണപ്പെടുന്നത് മസിൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ലിഗമെന്റ് ഇഞ്ചുറിയാണ്. തെറ്റായ രീതിയിലുള്ള ഭാരമെടുക്കൽ, വാമപ്പ് ഇല്ലായ്മ, പെട്ടെന്നുള്ള വ്യായാമം ഇതൊക്കെയാണ് ഈ പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുള്ളത്. ഓഫീസിൽ ദീർഘനേരം കമ്പ്യൂട്ടറിന് മുമ്പിൽ ജോലി ചെയ്യുന്നവർക്കാവട്ടെ തെറ്റായ പോസ്ചർ കൊണ്ടോ തുടർച്ചയായി ഒരേ പൊസിഷനിൽ തുടർന്നിരിക്കുന്നത് കൊണ്ടോ കോർ മസിലുകൾക്ക് ബലമില്ലാത്തത് കൊണ്ടോ ആണ് നടുവേദന ഉണ്ടാകുന്നത്. 30-നും 50-നും ഇടയ്ക്ക് വയസ്സുള്ളവർക്ക് നടുവേദനയുടെ കാരണങ്ങൾ പ്രധാനമായി ഡിസ്ക് ബൾജ്, ഡിസ്ക് ഹെർണിയേഷൻ, ഡിസ്ക് ഡീജനറേഷൻ മുതലായവയാണ്. ഇവരിൽ നടുവിൽ നിന്ന് കാലിലേക്ക് പടരുന്ന വേദനയും ഒപ്പം തന്നെ മരവിപ്പും അനുഭവപ്പെട്ടാൽ നെർവ് കംപ്രഷൻ സസ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. 50 വയസ്സിന് മുകളിലുള്ളവർക്കാവട്ടെ ഫേസഡ് ജോയിന്റ് ആർത്രൈറ്റിസ്, ഓസ്റ്റിയോപോറോസിസ്, സ്പൈനൽ സ്റ്റിനോസിസ് ഇവ കൊണ്ട് നടുവേദന അനുഭവപ്പെടാറുണ്ട്. ഇവരിലാണെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മോർണിംഗ് സ്റ്റിഫ്നെസ്സും ഒപ്പം തന്നെ നടന്നാൽ കാലിലേക്ക് ഇറങ്ങുന്ന പോലുള്ള വേദനയും റെസ്റ്റ് ചെയ്താൽ അതിന് ആശ്വാസവും ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് കാണപ്പെടുന്നത്. നടുവേദനയുടെ മറ്റൊരു പ്രധാന കാരണം SI ജോയിന്റ് അഥവാ സാക്രോ ഇലിയാക് ജോയിന്റ് ഡിസ്ഫങ്ഷൻ ആണ്. ഇതിൽ നിതംബത്തിന്റെ ഒരു വശത്തുകൂടെ തുടയിലേക്കോ ഗ്രോയിൻ അഥവാ ഒടിയിലേക്കോ പടരുന്നതായ വേദന കാണപ്പെടാറുണ്ട്. ഇത് ഡിസ്ക് ബൾജ് ആണെന്നോ സയാറ്റിക്ക ആണെന്നോ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുമുണ്ട്. അപൂർവമായി വെർട്ടിബ്രൽ ഫ്രാക്ചർ, ഇൻഫെക്ഷൻ, ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, സ്പൈനൽ ട്യൂമേഴ്സ് തുടങ്ങിയ ഗുരുതരമായ കാരണങ്ങളാലും നടുവേദന വിട്ടുമാറാതെ നിൽക്കാം. ഒരു പ്രധാന കാര്യം, എല്ലാ നടുവേദനയിലും MRIയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ MRIയിൽ ഡിസ്ക് ബൾജ് കണ്ടാൽ അതാണ് നടുവേദനയ്ക്ക് കാരണമെന്ന് വിചാരിക്കാനും തരമില്ല. അപ്പോൾ കൃത്യമായ ക്ലിനിക്കൽ എക്സാമിനേഷനും രോഗിയുടെ ലക്ഷണങ്ങളും അവരുടെ ഫിസിക്കൽ എക്സാമിനേഷനും ഒപ്പം തന്നെ ഇൻവെസ്റ്റിഗേഷനും ഒരുമിച്ച് വിലയിരുത്തിയാൽ മാത്രമേ അവരിൽ രോഗകാരണം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. മസിലിന്റെ പ്രശ്നമാണോ, ഡിസ്കിന്റെ പ്രശ്നമാണോ, ഇനി സ്പൈനൽ കനാലിന്റെ പ്രശ്നമാണോ, SI ജോയിന്റിന്റെ പ്രശ്നമാണോ, ഫേസഡ് ജോയിന്റിന്റെ പ്രശ്നമാണോ, ഇതെല്ലാം വിശദമായി വിലയിരുത്തിയ ശേഷം മാത്രമേ ചികിത്സ നിശ്ചയിക്കാൻ സാധിക്കൂ. നിങ്ങൾക്ക് നടുവേദന എത്ര നാളായിട്ട് തുടരുന്നു? കമന്റിൽ എഴുതും. ഒപ്പം തന്നെ നടുവേദന സംബന്ധിച്ചുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ അക്കൗണ്ട് ഫോളോ ചെയ്യും.